الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ കാരുണ്യവാനായ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വളരെ ഭക്തിയോടുകൂടെ നന്മ നിറഞ്ഞ ജീവിതം നയിക്കണമേ എന്ന് ആമുഖമായി ഏവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം ചൂഷണങ്ങളെ അംഗീകരിക്കാത്ത, ചൂഷണങ്ങളെ പാപമായി കാണുന്ന, മധ്യവർത്തികളില്ലാത്ത, ഇടയാളന്മാരില്ലാത്ത, ഇടത്തട്ട് കേന്ദ്രങ്ങളില്ലാത്ത, നേരിട്ട് പ്രാർത്ഥിക്കുവാൻ, നേരിട്ട് തേടാൻ, നേരിട്ട് റബ്ബിന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പഠിപ്പിക്കുന്ന, അന്ധവിശ്വാസങ്ങളില്ലാത്ത, ദുരാചാരങ്ങളില്ലാത്ത, ആചാര വൈകൃതങ്ങളില്ലാത്ത പരിശുദ്ധമായ പവിത്രമായിട്ടുള്ള ദൈവിക മതമാണ് ഇസ്ലാം. ഇസ്ലാമിന് വ്യക്തമായിട്ടുള്ള പ്രമാണങ്ങളുണ്ട്, മാർഗരേഖകളുണ്ട്. അതിന് അനുസൃതമായിരിക്കണം മനുഷ്യരുടെ ജീവിതം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ വിശ്വാസവും അതിൻ്റെ കർമ്മങ്ങളും വ്യക്തമായി സംശയത്തിന് അവകാശമില്ലാത്ത വണ്ണം കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ വിശ്വാസവും അവന്റെ സമ്പത്തുമൊക്കെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, പൗരോഹിത്യം ലോകത്ത് പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറ തൗബയുടെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ
ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ തീർച്ചയായും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും മതനേതാക്കളിലും ചില ആളുകളുണ്ട്, തീർച്ചയായും എന്ന് പറയുന്നത് ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, അന്യായമായി കൊണ്ട് അനർഹമായി കൊണ്ട് മനുഷ്യരുടെ സമ്പത്തുകൾ ഭക്ഷിക്കുന്നവർ, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അവ മനുഷ്യന്റെ സമ്പത്ത് കൊള്ളയടിക്കാനും വേണ്ടി, ചൂഷണം നടത്താനും വേണ്ടി, അവന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ദുർവ്യാഖ്യാനം നടത്തി അതിലൊക്കെ തന്നെയും പല കലർപ്പുകളും നടത്തിക്കൊണ്ട്, ചേരുവകൾ ചേർത്തുകൊണ്ട്, തനതായിട്ടുള്ള രീതികളെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉത്ബോധനങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്ന അനേകം ആളുകളുണ്ട്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഈ കേരളത്തില് 2-3 ദിവസങ്ങൾക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അറിയപ്പെടുന്ന ഒരു മതസംഘടന അതിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു പോസ്റ്റർ ഇറക്കുകയുണ്ടായി. ആ പോസ്റ്ററിൽ വലിയ അക്ഷരങ്ങളിൽ നൽകിയിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇടയാളനാവാം ഇസ്ലാമിൽ എന്നുള്ളതാണ്. ഇടയാളൻ അതാവാം ഇസ്ലാമിൽ, അഥവാ അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നേരിട്ട് പ്രാർത്ഥിക്കണ്ട, മറിച്ച് ഇടയാളനെ സ്വീകരിച്ചോളൂ എന്നാണ് അവര് അതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല സഹോദരങ്ങളെ, എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സത്യത്തിൽ ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നുള്ളത് ആരുടെ മാർഗമാണ്? മക്കത്തെ മുശ്രിക്കുകളുടെ രീതിയാണ് ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ലോകത്ത് കടന്നു വന്നിട്ടുള്ള അമ്പിയാക്കളും മുർസലീങ്ങളും ഔലിയാക്കളും ഒക്കെ പഠിപ്പിച്ചത് പരിശുദ്ധനായ റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ഇടയാളന്മാരെ ആവശ്യമില്ല. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും, ഒരു ഹദീസിൽ കാണാം, ഈ ഭൂമി എത്ര വിശാലമാണ്, ഈ ഭൂമി എത്ര വലുതാണ്, ഭൂമിയോളം പാപം ചെയ്താലും, അതല്ല ആകാശത്തോളം പാപം ചെയ്താലും, എന്നിട്ടവരും അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ്, കറകളഞ്ഞ ഏകദൈവ വിശ്വാസം സ്വീകരിക്കുകയാണ്, എങ്കിൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്ന. അപ്പോ നേരിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തില് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് പെരുമ്പറയടിച്ച് നടക്കുന്ന ഒരു വിഭാഗം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിന്റെ നേർവിപരീതം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ കോടതിയിലെ നരകത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കൂട്ടർക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിപ്പെടുമ്പോൾ അവിടെ വിചാരണയുണ്ടാകുമല്ലോ. നരകമുണ്ട്, സ്വർഗമുണ്ട്, മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥം. അല്ലാഹു തആല അവന്റെ നന്മ പരിശോധിക്കുന്നു, തിന്മ പരിശോധിക്കുന്നു, ഓരോ മനുഷ്യന്റെയും ഈമാൻ, ഇഖ്ലാസ് അതൊക്കെ പരിശോധിക്കുന്നു. സഹോദരങ്ങളെ, ആ സമയത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ജീവനുള്ള കാലഘട്ടത്തിൽ, ഈ ദുനിയാവിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടുന്ന, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയാളനാവാം. അങ്ങനെ ആക്കിയാലേ, അവരെ സ്വീകരിച്ചാലേ, അഥവാ അമ്പിയാക്കളെ, ഔലിയാക്കളെ, സുദ്ദീഖീങ്ങളെ, ശുഹദാക്കളെ, സ്വാലിഹീങ്ങളെ, അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ ഇടയാളന്മാരാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് തേടിയാലേ രക്ഷയുള്ളൂ. അതാണ് ശരിയായ ഇസ്ലാം എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ്. വിശുദ്ധ ഖുർആന്റെ 23-ാം അധ്യായം
സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 117-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യമുണ്ട്. വമൻ യദഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, ആര് അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ആരാധ്യനോട് പ്രാർത്ഥിക്കുന്നുവോ, ലാ ബുർഹാന ലഹു ബിഹി, അവന് യാതൊരു പ്രമാണവുമില്ല, ഒരു തെളിവുമില്ല. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, പല തെളിവുകളും പലരും പറയും, പക്ഷെ അല്ലാഹ് ആദ്യമേ പറഞ്ഞിരിക്കുകയാണ് അതിനൊന്നും തന്നെ തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. റബ്ബിന് പുറമെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുവാൻ, തേടുവാൻ, സഹായം ചോദിക്കുവാൻ, അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ആരുമാകട്ടെ, അവരോട് തേടുവാൻ ഒരു തെളിവുമില്ല. ലാ ബുർഹാന ലഹു ബിഹി. പരിശുദ്ധ ഖുർആന്റെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 117-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പറയാ ഒരു തെളിവുമില്ല. പക്ഷേ ഞാനിവിടെ സൂചിപ്പിച്ച ആ വിഭാഗമുണ്ടല്ലോ, അവര് അതിൽ തങ്ങന്മാരുണ്ട്, വലിയ ആലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുടെ ആലിമീങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവര് കൊടുത്തിട്ടുള്ള സംഭവം എന്താ? ഒരായത്തും ഒരു ഹദീസുമാണ് കൊടുത്തിട്ടുള്ളത്. നഊദു ബില്ലാഹ്. ആദ്യമായിട്ട് അവർ കൊടുത്തിട്ടുള്ള ഒരു വചനം നമ്മൾ പരിശോധിക്കണം. അത് ഇപ്രകാരമാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 3710 നമ്പർ വന്നിട്ടുള്ളൊരു വചനമാണ്. ഇത് കൃത്യമായി, നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, മുഅ്മിനീങ്ങളാണല്ലോ, സ്വർഗം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. അല്ലാഹുവേ സ്വർഗം തരയണമേ, ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണല്ലോ നമ്മൾ. അപ്പോ നമ്മുടെ ആദർശം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇവര് സത്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാൻ ആയത്തുകളും ഹദീസുകളും എന്തൊരർത്ഥത്തിലാണോ പറഞ്ഞിട്ടുള്ളത് അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുക, അതാണ് പൗരോഹിത്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ വചനം സഹീഹുൽ ബുഖാരിയിലെ 3710 നമ്പർ വചനം, അത് മഹാനായിട്ടുള്ള അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന സംഭവമാണ്. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, കാന ഇദാ കഹതു ഇസ്തസ്കാ ബിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ആ കാലഘട്ടത്തിൽ, ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ വരൾച്ച ഉണ്ടായി കഴിഞ്ഞാൽ പ്രവാചകന്റെ പിതൃ സഹോദരൻ, പ്രവാചകന്റെ പിതാവിന്റെ സഹോദരൻ, എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ, അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉമർ ഫാറൂഖ് പറയാണ്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫതസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ ഖാല ഫയസ്ഖൂൻ. അതായത് നബി ഹയാത്തിലുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അങ്ങനെയായിരുന്നു. നബി മിമ്പറിൽ വെള്ളിയാഴ്ച, ഇതുപോലെ ഒരു വെള്ളിയാഴ്ച നബി മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരാൾ വന്നു, ഒരു അറാബി, ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ കടന്നു വന്നു. അത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. 1033-ാമത്തെ വചനം, അസ്വാബത്തിന്നാസ സനതുൻ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തില് വരൾച്ച ബാധിച്ചു. ഫബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ഇടയിൽ റസൂലിന്റെ ജീവനോടുകൂടെ ഇരിക്കുന്നുണ്ട്. യഖ്തുബു അലൽ മിമ്പർ, മിമ്പറിൽ കയറിക്കൊണ്ട് അദ്ദേഹം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ചയാണ് ജുമുഅ നടത്തുന്നത്. ഖാമ അറാബിയുൻ, അപ്പദാ ജുമുഅക്ക് വന്നിട്ടുള്ള ഒരാൾ എഴുന്നേൽക്കുകയാണ്, ഗ്രാമീണവാസിയാണ്. ഫഖാല യാ റസൂലല്ലാഹ്, അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ. അപ്പൊ വെള്ളിയാഴ്ച മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന റസൂലിനോട് പറയാണ്. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, ഹലക്കൽ മാൽ, സമ്പത്തൊക്കെ നശിച്ചു. കൃഷിയിടങ്ങള്, കാർഷിക വിളകള്, കാർഷികോൽപ്പന്നങ്ങള്, സസ്യലതാദികള്, വൃക്ഷങ്ങളൊക്കെ തന്നെയും നശിച്ചു പോയിരിക്കുന്നു. കന്നുകാലികളൊക്കെ നശിച്ചു. പൊന്നുമക്കൾക്ക്, പിഞ്ചോമനങ്ങൾക്ക് അവർക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. അവർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണമില്ല. മഴയില്ലാത്തത് കാരണം, വെള്ളമില്ലാത്തത് കാരണം പ്രശ്നമുണ്ട് എന്ന് പറയാൻ. അപ്പോ
അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൈകൾ ഉയർത്തി എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ആ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ആകാശത്തിൽ ഉപരിലോകത്ത് മഴയുടെ ഒരു അടയാളവുമില്ല, കാർമേഘത്തിന്റെ ഒരു സൂചന പോലുമില്ല. എന്നിട്ട് പർവ്വതങ്ങൾ കണക്കെ മേഘങ്ങൾ ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. മഴ അപ്പോൾ തന്നെ തുടങ്ങി. പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും അങ്ങനെ മഴ അങ്ങനെ അപങ്കുരം തുടരുകയാണ്. അപ്പോ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തില് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥന ആരോടാ? അള്ളാഹിനോടാണ്. എന്താ ചെയ്തത്? എന്താ ഇതെന്നുള്ള പാഠം എന്താ? നമ്മുടെ സമൂഹത്തില് ഈമാനുള്ള, തഖ്വയുള്ള, ഭക്തിയുള്ള, പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയോട് ഞങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ നിങ്ങൾ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം എന്നാണ് ഇതിലെ ഗുണപാഠം. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഹജ്ജിന് പോകാൻ അദ്ദേഹം വല്ലാത്ത ഭക്തിയോടുകൂടെ എല്ലാ പാപങ്ങളൊക്കെ ഒഴിവാക്കി അവിടെ ചെന്ന് ഹജ്ജൊക്കെ ചെയ്ത് അങ്ങനെ സ്വർഗത്തിന് അർഹനായി നല്ല മനസ്സോടുകൂടെ ഇനി ജീവിക്കണം എന്നൊക്കെയുള്ള ആ തൗബ, പശ്ചാത്താപമുള്ള മനസ്സോടുകൂടെ ആണ് കഴിയുന്നത്. അദ്ദേഹത്തോട് പറയാൻ ഞങ്ങൾക്കൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് പറയാം. ഇത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ഇതാണ് സത്യത്തില് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ചെയ്തത്. പ്രവാചകൻ മരണപ്പെട്ടപ്പോ ഏറ്റവും ഈമാനും തഖ്വയുമുള്ള ഒരാളായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതല്ലാതെ മരണപ്പെട്ടു പോയിട്ടുള്ള ദർഗകളിൽ കിടക്കുന്ന മഖാം ഷരീഫുകൾ എന്ന് വിളിക്കപ്പെടുന്ന ശ്മശാനങ്ങളിൽ കിടക്കുന്ന മൺമറഞ്ഞു പോയിട്ടുള്ള മഹാത്മാക്കളെ ഇടയാളന്മാരാക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അത് മക്കത്തെ മുശ്രിക്കുകളുടെ രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല, ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. മക്കത്തെ മുശ്രിക്കുകളുടെ സ്വഭാവം അതായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറ യൂനുസിന്റെ 18-ാമത്തെ വചനം, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, നന്മ ചെയ്യില്ല എന്ന് മാത്രമല്ല ദോഷം പോലും ചെയ്യാൻ കഴിയാത്ത ശക്തികൾ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. വയഖൂലൂന, എന്നിട്ട് പറയുന്നു, ഹൗലായി ശഫാഉന ഇൻദല്ലാഹ്, ഈ കൂട്ടര് ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കല് ശഫാഅത്ത് നടത്തും, ശുപാർശ നടത്തും. ഇതാരുടെ രീതി? മക്കത്ത് ആ ബഹുദൈവ വിശ്വാസികളുടെ അവരുടെ സ്വഭാവമാണ്. അതാണ് ഇന്ന് നമ്മുടെ സഹോദരങ്ങള്, അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, ആമീൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കള് അവരോട് തേടുകയാണ്. അവര് ഈ ബദരീങ്ങളാകട്ടെ, മമ്പ്രോന്തങ്ങളാകട്ടെ, അവരൊക്കെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും, റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കും, പറയും, സംസാരിക്കും എന്നുള്ള ഒരു രീതിയാണ്. അതാണ് അവർ വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് അങ്ങേയറ്റത്തെ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക, ശിർക്കാണ് എന്ന് നമ്മൾ അറിയുക. കാരണം ഈ ആയത്തിന്റെ അവസാനത്തിൽ കാണാം, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവര് പങ്കു ചേർക്കുന്നതിൽ നിന്നും അവര് ശിർക്ക് ചെയ്യുന്നതിൽ നിന്നും അല്ലാഹു തആല അത്യുന്നതനും മഹാപരിശുദ്ധനുമാകുന്നു. അപ്പോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഈ സഹോദരങ്ങള് സംഭവം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അപ്പോ ആ ഹദീസിൽ തന്നെ കാണാം, ധാരാളമായി മഴ വന്ന് അതും ഒരു പ്രശ്നമായി, മഴ അധികമായി. അപ്പൊ ആ മഴ നിർത്താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതേ ഗ്രാമീണവാസി വന്നു, എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് തഹദ്ദമൽ ബിനാഉ വഗരികൽ മാൽ, കെട്ടിടങ്ങൾ തകർന്നു, സമ്പത്തൊക്കെ മുങ്ങി, വെള്ളത്തിൽ മുങ്ങി നശിച്ചു എന്ന് പറയാൻ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്.
ഫദ്ഉല്ലാഹ ലനാ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടണം. റസൂലിനോട് തേടില്ല, മരിച്ചവരോട് തേടില്ല. ഫദ്ഉല്ലാഹ, അള്ളാഹുവിനോട് അങ്ങ് തേടണം. അപ്പൊ റസൂൽ പ്രാർത്ഥിക്കാണ്, അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിക്കാണ്. റസൂൽ പിന്നെ അങ്ങനെ മഴ നിർത്തി എന്ന് പറയല്ല, റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അള്ളാഹുവേ ഞങ്ങളുടെ ചുറ്റുഭാഗം, ഞങ്ങളുടെ മേലല്ല ഇനി മഴ വേണ്ടത്, ചുറ്റുഭാഗത്തെ പർവ്വതങ്ങളിലെ വനാന്തരങ്ങളിലെ മനുഷ്യർക്ക് ഉപദ്രവമില്ലാത്ത പ്രദേശങ്ങളിലാകട്ടെ മഴ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കെടുതി ഉണ്ടാകുമ്പോ, പ്രയാസം ഉണ്ടാകുമ്പോ ആ സമൂഹത്തിൽ അന്ന് ഏറ്റവും ഈമാനും തഖ്വയുമുള്ളത് ആരാ? അള്ളാഹിന്റെ റസൂലായിരുന്നു. അപ്പൊ റസൂലുള്ളാഹിനോട് അവര് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി അള്ളാഹിനോട് കൈകൾ ഉയർത്തി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്കൊരു വിഷമുണ്ടായാൽ നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് സ്വാലിഹായിട്ടുള്ള ഈമാനുള്ള തഖ്വയുള്ള ഒരു മനുഷ്യനോട് നമുക്ക് ആവശ്യപ്പെടാം. അത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. അപ്പൊ ഇവര് ദുർവ്യാഖ്യാനം ചെയ്യുക. അങ്ങനെയുള്ള സംഭവം വെച്ചിട്ട് ഈ ദർഗകളിലും ഖബറുകളിലും കിടക്കുന്ന ആ മഹാത്മാക്കളെ വിളിച്ച് തേടുക എന്നുള്ളത് അങ്ങേറ്റത്തെ ദുർവ്യാഖ്യാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്താ? സൂറത്തുൻ നിസാ 4-ാം അധ്യായം 64-ാമത്തെ വചനം. പിന്നിലുള്ള ആളുകൾ ഒന്നും കൊണ്ട് കയറി ശരിക്ക് സ്വഫായിട്ട് ഇരുന്നാൽ അത് കൂടുതൽ ഭംഗിയാകും. അപ്പൊ അതിൽ കാണാം, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അതായത് സൂറത്തുൻ നിസാ 64-ാമത്തെ ആയത്ത്. അതിന്റെ ചുരുക്കം ഞാൻ പറയാം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, തീർച്ചയായും അവര് സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്ത സന്ദർഭത്തിൽ അവർ നബിയുടെ അടുക്കൽ വന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നബി അവർക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവരായും കരുണാനിധിയുമായും അവർക്ക് അനുഭവപ്പെട്ടേക്കാം, കണ്ടേക്കാം എന്നുള്ളതാണ് ആയത്തിന്റെ അർത്ഥം. ഇതാണ് മരണപ്പെട്ടവരെ വിളിച്ചു തേടാനും ഇങ്ങനെ ഇടയാളന്മാരാക്കാനും ഒക്കെ തെളിവായിട്ട് പറയുന്നത്. നഊദു ബില്ലാഹ്. സത്യത്തിൽ എന്താ നിങ്ങള് അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വേണ്ടത്ര ഈമാനില്ലാത്ത കാപട്യമുള്ള ചില ആളുകൾ എന്ത് ചെയ്തു പറയും, ഒരു പ്രശ്നത്തിൽ വിധി കൽപ്പിക്കാൻ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ വിധി കൽപ്പിക്കാൻ എവിടെ വരേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല വരേണ്ടത്. അവരെന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയാൽ ചിലപ്പോ സത്യമാണ് വിധിക്കുക, അതുകൊണ്ട് ഞങ്ങൾക്കെതിരാകും. അപ്പൊ ഞങ്ങൾ അവരെന്ത് ചെയ്തു? ഈ മുനാഫിക്കുകൾ, കാപട്യമുള്ളവർ, ജൂതന്മാരായ നേതാക്കന്മാരുടെ അടുക്കൽ പോയി. മനസ്സിലാക്കണം, റസൂലുള്ളാഹിനെ ഒഴിവാക്കി അവിടെ പോയി. അപ്പോ അത് മഹാ തെറ്റാണ്. റസൂലുള്ളാഹിനെ അപമാനിക്കാൻ, അള്ളാഹിന്റെ റസൂലിനെ ഏറെ ആദരിക്കണം, ഒരിക്കലും അപമാനപ്പെടുത്താൻ പാടില്ല. റസൂലുള്ളാഹിന്റെ മനസ്സിൽ വിഷമുണ്ടായി. കാരണം ഇവരൊക്കെ മുസ്ലിമാണ് എന്നാണ് പരസ്യമായിട്ട് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ അവര് അവിടെ പോയിട്ട് വിധി തേടുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ മനസ്സിൽ ദുഃഖമുണ്ടായി. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ അവർ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അതോടൊപ്പം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ചെയ്തത് തെറ്റായി, റസൂൽ ജീവിച്ചിരിക്കുമ്പോഴാണിത്, ഞങ്ങൾ ചെയ്തത് തെറ്റായി, അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അതാണ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം എന്നുള്ളത്. അപ്പൊ ഇത് കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. എന്താ കാണുന്നത്? ഖബറിൽ കിടക്കുന്ന നബി അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള സംഭവം, ഒരു കെട്ടുകഥയുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ മാർഗഭ്രംശത്തിലേക്ക്, ലലാലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എത്ര വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. നമുക്കറിയാമല്ലോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്.
സാധാരണഗതിയിൽ നമ്മൾ ഒരു 10 രൂപ തരൂ എന്ന് പറയുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മറഞ്ഞ മാർഗത്തിലൂടെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള നേട്ടം അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. അല്ലാത്തവരോട് ചെയ്താൽ ശിർക്കാവും. ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. ഒരാള് ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു സർപ്പം വരികയാണ്. ഒരു മൂർഖൻ അദ്ദേഹത്തെ അത് കണ്ട പാടദ്ദേഹത്തിന്റെ മനസ്സ് വെപ്രാളപ്പെട്ടു. ഇനി രക്ഷക്ക് ആ സർപ്പം കടിച്ചാൽ മരണം സംഭവിച്ചേക്കാം, ഇനി രക്ഷക്കാരുമില്ല. അപ്പൊ അദ്ദേഹം പടച്ച റബ്ബേ എന്ന് വിളിച്ചു തേടുകയാണ്. ആ തേട്ടെന്താണ്? തൗഹീദാണ്. അത് ഏകദൈവ വിശ്വാസമാണ്. അങ്ങനെയാണ് തേടേണ്ടത്. എന്നാൽ അതുകൊണ്ട് അത് മറഞ്ഞ മാർഗത്തിലൂടെ അദ്ദേഹത്തിന് ആ രക്ഷ കിട്ടണം, അതിനു വേണ്ടിയുള്ള തേട്ടാണ്. അതേ സമയത്ത് മമ്പുറം തങ്ങളെ എന്ന് തേടിയാലോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് തേടിയാലോ ആ മഹാത്മാക്കൾ നമ്മൾ കുറ്റപ്പെടുത്തില്ല. അവരൊക്കെ പല നന്മകളും ചെയ്ത സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോ അത് ചെയ്താൽ എന്താണ്? അങ്ങനെ വിളിച്ചാൽ എന്താ? ശിർക്കാണ്, ബഹുദൈവ വിശ്വാസമാണ്. അത് അങ്ങനെ ജീവിച്ചാൽ പ്രിയമുള്ളവരെ അത് മഹാപാപമാണെന്ന് മാത്രമല്ല, വമൻ യുശ്രിക് ബില്ലാഹ്, ആര് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം ഹറാമാണ്. അവന്റെ സങ്കേതം നരകമാണ്. അപ്പോ നേർക്ക് നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാണ് ഒരു ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്, മുത്തുനബി പഠിപ്പിച്ചത്, ലോകത്ത് സകലമായ അമ്പിയാക്കളും പഠിപ്പിച്ചത്. അതാണ് ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയും പഠിപ്പിച്ചത്. ഒരിക്കലും ഖബറിൽ കിടക്കുന്ന, ജാറങ്ങളിൽ കിടക്കുന്ന ആളുകളെ, മരണപ്പെട്ടവരെ വിളിച്ചു തേടാൻ പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് നരകമാണ് എന്നുള്ളതാണ്. അതാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസൂയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര ആളുകളാണ് എന്തെല്ലാം വിഷമങ്ങൾ വന്നാൽ ഇങ്ങനെ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളോട് തേടുന്നത്. എന്താണ് അതിന് കാരണം? നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ മതപണ്ഡിതന്മാരായി വേഷം ധരിച്ചിട്ടുള്ള ആളുകൾ ഈ പോസ്റ്ററിൽ പറഞ്ഞതുപോലെ ഇടയാളന്മാരെ ആവാം, അവരോട് തേടണം, അങ്ങനെ ഇങ്ങനെയുള്ള ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും കൊണ്ടുപോകല്ലേ. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ജിന്ന് 72-ാമത്തെ അധ്യായം, അതിലെ 20-ാമത്തെ വചനം എന്ന് പറയുന്നത് നബിയോട്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനുള്ള ഒരു കൽപ്പനയാ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അറബി സാഹിത്യം അറിയുന്ന ഇന്നമ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇനി പറയുന്നത് മാത്രമാണെന്നാ. അതായത് ഇന്നമ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. അവിടെ അത്രയും മതി. പക്ഷേ അരക്കിട്ടുറപ്പിക്കാൻ വീണ്ടും പറയാ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ എത്ര പ്രാർത്ഥനകളുണ്ട്. എല്ലാം എടുത്തു നോക്കൂ, എല്ലാം റബ്ബിനോടാണ്. ഒന്നുപോലും മരണപ്പെട്ടു പോയ മഹാത്മാക്കളോടോ അമ്പിയാക്കളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഇല്ല. എത്ര പ്രാർത്ഥന. ഞാനൊരു പ്രാർത്ഥന പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മഹാനായ അബൂ സലമ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വിയോഗം പ്രാപിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂൽ ആ ജനാസ കാണാൻ വരികയാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. റസൂലുള്ളാഹി ആ ജനാസ കാണാൻ കടന്നു വന്നപ്പോൾ അബൂ സലമയുടെ കണ്ണുകൾ അതാ തുറന്നു കിടക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ആ മയ്യത്തിന്റെ അരികിൽ വന്നപ്പോ റസൂലുള്ളാഹി ആ കണ്ണുകൾ അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ റൂഹ്, ആത്മാവ് മലക്കുൽ മൗത്തും സംഘവും പിടിച്ചെടുത്താൽ, ആ ആത്മാവിനെ കൊണ്ടുപോയാൽ ആ മയ്യത്തിന്റെ കണ്ണും ആത്മാവിനെ പിന്തുടരും. അതുകൊണ്ട് ആ മയ്യത്തിന്റെ കണ്ണുകൾ അടച്ചു കൊടുക്കണം.
അങ്ങനെ റസൂലുള്ളാഹി അടച്ചു കൊടുത്തു. എന്നിട്ട് പറയാൻ, മയ്യത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ചില ആളുകളുണ്ടല്ലോ, ഇനി ആരാ ഞങ്ങൾക്കുള്ളത്, ഞങ്ങളെ കൂടി അങ്ങോട്ട് എടുത്തുകൂടെ, ഞങ്ങളെ കൂടി മരിപ്പിച്ചുകൂടെ എന്നൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയുന്നുണ്ട് എന്നാണ്. എന്നിട്ട് ഒന്നിട്ട് കയറിയിരിക്കാം, അവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കാം. അപ്പോ അവിടെ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം ഈ മയ്യത്തിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫ്ഹു ഫീ അഖബിഹി വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനബ്ദിർ ലഹു ഫീഹി. അല്ലാഹുവേ, ഈ മരണപ്പെട്ട് കിടക്കുന്ന അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ. ഇത് നമ്മൾ പറയുന്നത് എന്തിനാ? എല്ലാ പ്രാർത്ഥനയും എന്ത് വിഷമങ്ങളുണ്ടായാലും റബ്ബിനോട് മാത്രം. അതിന് അള്ളാന്റെ റസൂലാണല്ലോ നമ്മുടെ മാതൃക. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണം നിങ്ങൾ കേൾപ്പിക്കാൻ. അതാണത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ. അദ്ദേഹത്തിന് സന്മാർഗം കിട്ടിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ദറജ നീ ഉയർത്തേണമേ. അദ്ദേഹത്തിന്റെ കാലശേഷം ഉത്തമനായ ആളെ പകരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കും അദ്ദേഹത്തിനൊക്കെ നീ പുറത്തു തരേണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ. സർവലോകരക്ഷിതാവായ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പുറത്തു തരേണമേ. അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണമേ. അദ്ദേഹത്തിന്റെ ഖബർ നീ പ്രകാശപൂരിതമാക്കണമേ. ഈ പ്രാർത്ഥന നിർവഹിക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിച്ചവർക്ക് ആ വിശ്വാസത്തോട്, കേവലം പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കണം, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവരോട് മാത്രമേ ഇങ്ങനെയുള്ള അഭൗതികമായ മറഞ്ഞ മാർഗത്തിലൂടെ ഉള്ള കാര്യങ്ങൾക്ക് സഹായതേട്ടം നടത്താൻ വേണ്ടി പാടുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നാം ഏവരെയും ആ രൂപത്തിലെ കണിശമായിട്ടുള്ള ഈമാനുള്ള ആളുകളായി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് ശിഫയും ആരോഗ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സഹോദരങ്ങളായി റബ്ബേ, ആ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റഹ്മാനെ, അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ നാഥ, അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണമേ. റഹ്മാനായ നാഥ, ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണമേ. അല്ലാഹുവേ, റഹ്മാനായ നാഥ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന മുവഹ്ഹിദുകളായി നീ അംഗീകരിക്കണമേ. അതിനുള്ള തൗഫീഖ് അവർക്ക് നൽകണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.